കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനത്തിന് നമുക്ക് പോയി പോണ വഴിക്ക് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് എന്നെ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത്. പാട്ടുപാടി ഗാനമേളയ്ക്കൊക്കെ പാടുന്ന ആണോ? പിന്നെ ഗാനലകൾ ഒറ്റയ്ക്ക് പാടിക്കളേ. പല പ്രാവശ്യം ഞാനും പിണ്ണാക്ക് വാങ്ങാനായിട്ട് കടയിലേക്ക് ചെന്നെങ്കിലും ഒരു ഉണ്ണാക്കന്മാര് പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നലെ ഉറങ്ങുമ്പോൾ കിടക്കതന്നരികില ശൂശുന്നാരാണ്ടോ വിളിച്ച പോലെ. Once upon a time, once upon a time, once upon a time, once upon a time. സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേറിട്ട ഭാവങ്ങളുമായി Once Upon a Time സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. Once Upon a Timeന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ we have an eminent panel of judges. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. Let's welcome രമേശ് പിഷാരടി, കൃഷ്ണപ്രഭ, പിന്നെ നമ്മുടെ ഷോയിലെ ദി ടൂറിസ്റ്റ് ആയ നമ്മുടെ സ്വന്തം താത്ത പ്രോമാക്സ്. വെൽക്കം. അപ്പോ കൃഷ്ണപ്രഭ ആസ് എ ജഡ്ജ് നമ്മുടെ ഷോയിൽ ജോയിൻ ചെയ്യുന്ന മറ്റൊരു എപ്പിസോഡാണിത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയണം ഹൗ ഡസ് ഷി ഫീൽ എന്നുള്ളത്. വീണ്ടും എത്തി ആ ഒരു സീറ്റിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഷോയുടെ ഭാഗമായതിനെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ടാവണം. ഞാനൊരു സ്പീച്ചിന് പോയ കഥ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രസംഗത്തിന് ചേർന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് വളരെയധികം ബഹുമാനമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇവിടെ വരുന്ന എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ആ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഉള്ള ആ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ കാരണമൊക്കെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് പാളി പോകുന്നതോ അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ കൃഷ്ണപ്രഭ സ്റ്റാൻഡപ്പ് കോമഡി, അഭിനയം, ഡാൻസ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ കൂട്ടുകാരോട് സിനിമയ്ക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ, അവിടെ ഒരു മ്യൂസിക് പരേഡ് കാണുന്നുണ്ട് വരുന്നുണ്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം കൃഷ്ണപ്രഭ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു, ഞാൻ തൃപ്പൂണിത്തുറയാണല്ലോ താമസം, രമേശ് ചേട്ടാ തൃപ്പൂണിത്തുറയാകുമ്പോഴത്തേക്ക് കച്ചേരി കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ചിലപ്പോഴങ്ങനെ ഉത്സവ സമയത്തൊക്കെ കേക്കൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കച്ചേരി കേൾക്കാനായിട്ട് അങ്ങനെ പോയി ഇരിപ്പില്ല. ഏതായാലും കൃഷ്ണപ്രഭ വിളിച്ചല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ട് കൃഷ്ണപ്രഭേനെ അന്വേഷിച്ചിട്ട് കാണാനല്ലോ, നോക്കുമ്പോൾ സ്റ്റേജ് ഇരുന്ന് പാടുന്നു. ഞാനടുത്ത് കേൾക്കാൻ പോകാനെ വിളിച്ചതെന്നുള്ളത് അത്യാവശ്യം കച്ചേരിയുടെ പരിപാടിയുണ്ട് കൃഷ്ണപ്രഭയ്ക്ക് അല്ലേ? പാട്ട് എത്ര നാൾ പഠിച്ചിട്ടുണ്ട് കൃഷ്ണപ്രഭ? എന്റെ പാട്ട് പഠിത്തം ഇങ്ങനെ ഇടയ്ക്ക് തുടങ്ങും, പിന്നെ നിൽക്കും, പിന്നെ തുടങ്ങും, പിന്നെ നിൽക്കും. അങ്ങനെ ഞാൻ ലോൺ അടയ്ക്കുന്ന പോലെ അങ്ങനെയാണോ അടയ്ക്കുന്നത്? ചെറുതിലെ ഞാൻ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് നിർത്തി. ഞാൻ ഡാൻസിൽ മാത്രമായി കോൺസെൻട്രേഷൻ. പക്ഷെ എന്റെ ഗ്രാജുവേഷൻ ഡാൻസിൽ ഭരതനാട്യത്തിലായതുകൊണ്ട് നമുക്കൊരു മ്യൂസിക് ഉണ്ട്, അതിലൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എന്തായാലും പഠിച്ചിരിക്കണം പാട്ട്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഹിന്ദുസ്ഥാനി ഇതുണ്ട്, ഹിന്ദുസ്ഥാനി വോക്കൽ ഉണ്ട്. അപ്പൊ കൃഷ്ണപ്രഭയുടെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 മഹത് വ്യക്തികളാണ് ഉദ്ഘാടനത്തിന് പോയത്. ഏതാണോ? ഒരു മഹത് വ്യക്തി മമ്മൂക്കയാണ്, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്കയാണ്. രണ്ടാമത്തെ പിഷു ആണെന്നാണ് പിഷു പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാൻ വന്നായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ രണ്ടാമത്തെ. അപ്പൊ ആ ക്ലാസ്സിൽ ഹിന്ദുസ്ഥാനി സാറ് എടുക്കുന്നുണ്ട്, സുശാന്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറ് എന്നെ ഇരുത്തി ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഇപ്പൊ ഒപ്പം പഠിച്ചു. കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂളിൽ മോഹിനിയാട്ടം പഠിപ്പിക്കണ്ടോ? മമ്മൂക്ക ആ കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനത്തിന് മമ്മൂക്ക പോയി. അത് ചിലർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. ചില മമ്മൂക്കേന്റെ ഒരു ഉദ്ഘാടനത്തിന് കിട്ടാൻ ആൾക്കാർ പൈസയായിട്ട് വന്ന് നിന്നാൽ തന്നെ വേണോ വേണ്ടോ എന്നൊക്കെ പല പ്രാവശ്യം ആലോചിക്കും. അപ്പൊ കൃഷ്ണപ്രഭ ഇങ്ങനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ വീടിനടുത്ത് കുറച്ച് ദൂരെ പനമ്പള്ളി നേറിലായിരുന്നു. അപ്പം പോണ വഴിക്ക് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് എന്നെ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത്. പക്ഷെ അന്ന് മമ്മൂക്ക വന്നിട്ട് നല്ലൊരു കോംപ്ലിമെന്റ് ആണ് തന്നത്. മമ്മൂക്ക വന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകമെമ്പാടും, അതായത് മമ്മൂക്ക ലോകമെമ്പാടും ഡാൻസ് പ്രോഗ്രാമുകളായിട്ട് പറന്ന് നടക്കുകയാണ്. അപ്പൊ ഇവിടെ എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ശിഷ്യയെ ഞാൻ ഈ ക്ലാസ് ഏൽപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. സ്വയം ട്രോളിയാണ് പറഞ്ഞെങ്കിലും നമുക്കതൊരു വലിയൊരു ക്രെഡിറ്റ് ആയിരുന്നു. തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കച്ചേരിയെ കുറിച്ചാണ്. അങ്ങനെ ഒരു ഭരതനാട്യത്തിന്റെ സബായിട്ടുള്ള കച്ചേരി കൊണ്ട് നമുക്കൊരു കച്ചേരി നടത്താൻ മാത്രമുള്ള അറിവ് കിട്ടുമോ ശരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാട്ടിന്റെ പഠിത്തം വളരെ ഇങ്ങനെ ഇടയ്ക്ക് തുടങ്ങും, ഇടയ്ക്ക് നിർത്തും. അപ്പോൾ ഇപ്പൊ എൻ്റെ സാറൊക്കെ ഒരു പാട്ട് കേട്ടാൽ അപ്പൊ പറയും ഇന്ന രാഗം, ഇന്ന ശ്രുതി, അങ്ങനെയൊക്കെ പറയും.
എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് രാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും എന്നല്ലാതെ അത്രത്തോളം ഞാനും എനിക്കായിട്ടില്ല. അത് എൻ്റെ പഠിപ്പിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. പക്ഷെ പാടും, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തൊണ്ട കിട്ടുന്നതാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എപ്പോഴും വിശ്വസിക്കാം, നമ്മളെല്ലാവരും പറയുമല്ലോ, നമുക്ക് ശരിക്കും ദൈവം അനുഗ്രഹിച്ച് തരുന്ന കഴിവ് ഒന്ന് നല്ല തൊണ്ട പാടാനുള്ള, പിന്നെ വരയ്ക്കാനുള്ള കഴിവ്. വരയ്ക്കുക എന്നുള്ളത്, ഞാൻ ഡ്രോയിങ് ക്ലാസ്സിൽ പോയ ആളാട്ടോ. 2 ടാലൻസ് ഇതാണ്. എനിക്ക് ഭയങ്കര അസൂയ തോന്നിയിട്ടുള്ള 2 ടാലൻസ് ഇതാണ്: പാട്ട് പാടാനുള്ള കഴിവും വരയ്ക്കാനുള്ള കഴിവും. ഞാൻ വരയ്ക്കാൻ പോയിട്ടോ, മീൻസ് ഡ്രോയിങ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്താണ്. അല്ല, ഈ ഡി രാജപ്പൻ സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടേ, അതായത് ഈ കച്ചേരി പാടുന്ന യുവജനോത്സവത്തിനൊക്കെ കച്ചേരി പാടുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലേ അതിപ്പോ ഇനി വിവാദമാക്കരുതിട്ടെ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടികൾ നല്ല സുന്ദരികളായിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ കച്ചേരി തുടങ്ങി കഴിയുമ്പോഴേക്കും അവർ തുടങ്ങുള്ളൂ. മുഖമൊക്കെ ഇങ്ങനെ വക്രിച്ച് ഇങ്ങനെ പോകും. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ മിക്കവരും വയസ്സായവരായിരിക്കും. അവർക്ക് തതരീനെ പറയണമെങ്കിൽ അത്രയും മസിൽ ഇങ്ങനെ പിടിച്ചാലേ വരുള്ളൂ. അത് കണ്ടാണല്ലോ കുട്ടികൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണേ. അപ്പം അത് കാരണം അത് കഴിയുമ്പോൾ കുട്ടികൾ അതുപോലെ അങ്ങനെ പറയുമെന്ന് പറഞ്ഞത് ശരിയാണോന്നറിയില്ല. ശരിയാണോ അത്? അതങ്ങനെയാണോ? അല്ല, ആണോ? ടീച്ചർ പറയട്ടെ. അങ്ങനെയില്ല. അല്ല, പറഞ്ഞല്ലോ അമൻതാത്ത ആദ്യം തന്നെ പറഞ്ഞല്ലോ, അത് ഇതായിട്ട് എടുക്കരുത്. അല്ല, ചിലര് കണ്ടുപഠിക്കുമെന്ന് പറയും, കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ കാണുകയും കൂടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ചിലർ അങ്ങനത്തെ ചില ആക്ഷനുകളൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റത്തില്ല. എന്തായാലും കച്ചേരി അടിക്കും, നമുക്ക് കേട്ടിട്ട് തുടങ്ങാം, പരിപാടി തുടങ്ങാം. ഒരു വാട്സപ്പ് ടൈമിൽ ഒരു കച്ചേരി, ഒരു കീർത്തനം. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ. കല്യാണിയാണ് രാഗം. അല്ല, നീലാംബരി. നോക്കിയതാ, കല്യാണി അല്ല, നീലാംബരി. നീലാംബരിയാണ്. കിലുകിൽ പമ്പരം തിരിയും മാനസം ഈ രാഗത്തിലാണ്. വെരി ഗുഡ്. കറക്റ്റ് അല്ലേ? ചുമ്മാ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, അറിയായ്മയൊന്നും ഇല്ല കേട്ടോ. താരാട്ട് പാട്ടുകള് എല്ലാം നീലാംബരി, മിക്കതും നീലാംബരി രാഗത്തിലും ആയിരിക്കും വരുന്നത്. കൺഗ്രാറ്റ്സ്. കള്ളാല. താങ്ക് യു. പക്ഷെ ഒരാളോടൊരു പാട്ട് പാടാൻ പറയുമ്പോ കിട്ടിയ അവസരത്തിൽ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് സ്വന്തം പേര് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് എനിക്ക് ചെറിയ എതിർപ്പുണ്ട്. അല്ലേ? ചിരിച്ചതല്ലേ, മുഖത്തൊരു ചിരി കിടന്നു. അല്ല, ഇത് പാടിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. എനിക്കൊന്ന് അടുത്ത കാലത്ത് ഒരു മെഡ്ലി സോങ് അല്ലേ, ഒരു അമ്മയുടെ ഷോയ്ക്കാണെന്ന് തോന്നുന്നു, എല്ലാ ആർട്ടിസ്റ്റുകളും മനോഹരമായിട്ട് പാടി. പക്ഷെ എനിക്കൊന്ന് കൃഷ്ണയുടെ പാട്ടായിരുന്നു അന്ന് ഒരു പൊടിക്കൊന്ന് വൈറലായത്, ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് കൃഷ്ണ പാടിയ പാട്ടിനായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു അത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അങ്ങനെ കൃഷ്ണയുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക്, മെയിൻ സെഗ്മെന്റിലേക്ക് നമ്മളുടെ കടക്കുവാണ്. ഹലോ, വെൽക്കം അശ്വതി ആൻഡ് നിത്യ. അടിപൊളി വേഷത്തിലാണല്ലോ, ഇന്ന് ഇച്ചിരി യോ ആയിട്ട് വന്നിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അശ്വതി ചേച്ചി സുഖല്ലേ? സുഖായിരിക്കണു. എന്തുണ്ട് പുതിയ വിശേഷം? പ്രത്യേകിച്ച് പറയാൻ വിശേഷമൊന്നുമില്ല. നമ്മുടെ എപ്പിസോഡുകളൊക്കെ വന്നിട്ട് നിങ്ങളെ നാട്ടുകാർ അയലോക്കംകാരൊക്കെ സ്നേഹിച്ചു തുടങ്ങിയോ, സ്വീകരണം തന്നു തുടങ്ങിയോ? ഓ, പറയേ. പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഒരു സ്വീകരണം തന്നിരുന്നു. എന്റെ 2 ഉദ്ഘാടനം പോയി. എന്റെ 2 ഉദ്ഘാടനം പോയി. ഇവരെ ഇപ്പൊ പോകുന്നേ. ആ, ഇപ്പുറത്തോ? സ്വീകരണമൊന്നും കിട്ടിയില്ല. പിന്നെ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ സ്വീകരണത്തിന് പോയിട്ട് വല്ല പൈസ വല്ലതും കിട്ടിയായിരുന്നു ഉദ്ഘാടനത്തിനൊക്കെ? പൈസയല്ല, ഒരു പൊന്നാട എണീച്ച് പിന്നെ ഒരു മൊമന്റോ തന്നു. ചേടാ, എൻ്റെ അടുത്ത് 10,000 രൂപ തരാന്ന് പറഞ്ഞ ടീമാണ്. ഒരു പൊന്നാടയും ഒതുക്കി കളഞ്ഞല്ലേ. അപ്പൊ അവരവിടെ കുറച്ച് കോമഡി ഒക്കെ പറയുന്നില്ലേ? കോമഡി പറയാൻ പറഞ്ഞു, പിന്നെ പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ അത്യാവശ്യമൊക്കെ ചെയ്തു. കൃഷ്ണപ്രഭയെ പോലെയാണ്, പാട്ടും കോമഡിയും ഒക്കെ കൈവശമായിട്ടുള്ള ആളാട്ടോ. ഗംഭീര ഗായികയാണ്, നന്നായിട്ട് പാടും. സകലകല വല്ലഭയാ. ചേച്ചി അന്ന് പെർഫോം ചെയ്തോ അവിടെ? ഓ, പാട്ടുപാടി.
ഗാനമേളയ്ക്കൊക്കെ പാടുന്ന ആളാ. ആണോ? പിന്നെ ഗാനലഹള ഒറ്റയ്ക്ക് പാടിക്കളയും. പുതിയ ഐറ്റമാണ് പെർഫോം ചെയ്തത് അതോ ഇവിടെ ചെയ്ത ഏതെങ്കിലും ഐറ്റമാണോ ചെയ്തത്? അല്ലേ ഇവിടെ ചെയ്തതല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഓ അടിപൊളി. അത്യാവശ്യം പറഞ്ഞു ആ ആൾക്കാരെ പിടിച്ചിരുത്തിയല്ലേ? എന്നും വേണേ പറയാം. നിത്യ നിത്യ സ്വീകരണമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പൊ ആൾക്കാർ തിരിച്ചറിഞ്ഞ് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ആണോ? വേറെ ആരാധകരൊക്കെ ആരെങ്കിലും വല്ല മേടിച്ചു തരുമോ? കൂടെ പഠിച്ച ഇതുവരെ വിളിച്ചിട്ട് 10 കൊല്ലമായ ആരെങ്കിലും വിളിക്കുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? സമയമുണ്ടല്ലോ ഇനിയും. ഇതുവരെ സംഭവിച്ചിട്ടില്ല. അല്ല, എല്ലാരും വിളിക്കാറുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്നുണ്ട്. ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പോ തിരിച്ചറിയണ്ട. എന്തോ ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പോ തിരിച്ചറിയേണ്ട ആൾക്കാരെ. അത്ര ഇതായിട്ടില്ല. ആവട്ടെ. എന്നാ ഈ കഥയ്ക്ക് 3 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തിരിച്ചറിയും. ശരി, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്കറിയുന്നുള്ള കാര്യമാണ് 3 സിനിമകളുടെ കഥ നമ്മൾ കോർത്തിനെക്കൊണ്ട് ഒരു ഒറ്റ സ്റ്റോറി ആയിട്ട് ഇവിടെ നറേറ്റ് ചെയ്യും. നിങ്ങൾ ആ 3 സിനിമകൾ ഐഡന്റിഫൈ ചെയ്ത് പറയണം. താത്ത റെഡിയല്ലേ? ആ. കള്ളനായിരുന്നു നമ്മുടെ നായകൻ. പക്ഷേ അവൻ കട്ടതൊന്നും തേക്ക് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല. പിള്ളേച്ചൻ്റെ വിഷുവിന് 5 വ്യത്യസ്ത കണി കാണിച്ചതോടുകൂടി നായകനോട് പിള്ളേച്ചന് ദേഷ്യമായി. ആ 5 കണികളും കണ്ടുപിടിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ ആ 5-ൽ ആർക്കാണ് തന്നോട് പ്രണയമെന്ന് നായകൻ എത്ര അന്വേഷിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാമുകിയെ കണ്ടെത്താൻ അഭിരാമി കൊടുത്ത ഒരു ക്ലൂ മാത്രമേ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. 5 കസിസിൽ നെല്ലിയാരാവത് ഒബ്രമാധുവെ മാട്രിബട്രേൻ. കൊറിയറായി പൂച്ചക്കുട്ടിയെ അയക്കാൻ ധൈര്യം കാണിച്ച ആ കാമുകിയെ അയാൾ തിരഞ്ഞു നടന്നു. അവസാനം അയാൾ ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിലായിരുന്നു. ഊരുതണ്ടിയായ നായകൻ്റെ കയ്യിൽ എന്തുണ്ട് കൊടുക്കാൻ എന്ന് ചോദിച്ച ഉസ്താദിനോട് അവസാനം ഉസ്താദിൻ്റെ കവറിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അയാൾ പിന്നെയും യാത്ര തുടർന്നു. അല്ലാ. കിട്ടിയോ? കിട്ടിയോ? ഒരെണ്ണം 3 സിനിമകളുണ്ട് ഇതിനകത്ത്. ആ ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കിട്ടി. ആ ഇപ്പുറത്തോ എത്ര എണ്ണം കിട്ടി? 2 എണ്ണം. ആ 2 എണ്ണം. 2 എണ്ണം കിട്ടി. ശരി, 2 എണ്ണം കിട്ടിയുള്ള പറയൂ. ഒന്ന് മീശമാധവൻ, ആ ഒന്ന് ബത്ലേഹിം. എന്തോ എന്തോ ക്രിസ്മസ് പറ. ഇപ്പുറത്ത് പറയട്ടെ നോക്കട്ടെ. സമ്മർ ഇൻ ബത്ലഹേം. ആ എന്താണ് ഈ ഇപ്പൊ കാണുന്നത്? 1-1 ഇരിക്കുകയാണ്. അതെ. ഒരു സിനിമ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്ന ടീച്ചർ പറയും. എല്ലാവർക്കും അറിയാവുന്ന സിനിമയാണല്ലോ. അയ്യോ, അത് ലാലേട്ടന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതെ. അബ്ദുള്ള. അത് സംഗീതം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ കേൾക്കുമ്പോൾ എന്റെ പാട്ട് കേട്ടാൽ നിങ്ങൾ അങ്ങനെ തോന്നുമെങ്കിലും സിനിമ അതായിരുന്നില്ല. ഋഷഭം, പഞ്ചമം, സിംഹത്തിന്റെ മടയിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഹരികൃഷ്ണൻസ് ആണോ? അല്ല, ഹരികൃഷ്ണൻ. രാവണപ്രഭു ആണോ? രാവണപ്രഭു അല്ല, രാവണപ്രഭു അല്ല. രാവണപ്രഭുവിന്റെ ചേട്ടൻ. ഉത്തരം പറയാൻ ഞാൻ വെമ്പുന്നു. 1 2 3 4 ദേ, ഈ ടീച്ചറിന് മൈക്ക് കൊടുത്തേ. നീലിട്ട ടീച്ചർക്ക് മൈക്ക് കൊടുത്തേ. 6-ാം തമ്പുരാൻ. സംഗീതം പഠിക്കണമെന്ന് വേണ്ടി സിംഹത്തിന് പോയ ടീച്ചർ കണ്ടാണോ സിനിമ? എൻ്റെ ഫാമിലിയിൽ എല്ലാവരും സംഗീതമുള്ളവരാണ്. എൻ്റെ മകൻ പാടും. എൻ്റെ സഹോദരൻ പന്തളം സുരേഷാണ്. ആഹാ, അപ്പൊ ടീച്ചർ പാടിയിട്ട് പോയാൽ മതി. പാട്ടിനോട് എനിക്ക് വലിയ താല്പര്യം. ഞാൻ നന്നായിട്ട് പാടില്ല, എൻ്റെ മകൻ നന്നായിട്ട്. എൻ്റെ അച്ഛൻ പാടും. എന്നാലും മുല്ലപ്പൂമ്പടി ടീച്ചറിന്റെ സൗണ്ട് നല്ല സൗണ്ടാണ്. നല്ല സൗണ്ടാ ടീച്ചറെ. കാച്ച് മറ്റൊരു അവസരമില്ല കാച്ച. ഞങ്ങൾ ഇന്ന് സംഗീത സാധനമായ എപ്പിസോഡ്. പാടാൻ അത്ര കഴിവില്ല. ടീച്ചറിന്റെ കുട്ടികളിൽ ആര് പാടും? നന്നായിട്ട് പാടുന്ന ഒരാൾ. നന്നായിട്ട് പാടുന്ന ഒരുവിധം പാടുന്ന ഒരാൾ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹലോ, എന്താണ് ഈ സുന്ദരിയായ ഗായികയുടെ പേര്? മെഹറിൻ. മെഹറിൻ. മെഹറിൻ എന്ത് കോഴ്സാ പഠിക്കുന്നത്? എവിടുന്നാ വരുന്നേ? ഞാൻ എടപ്പള്ളി GITD ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നു. അടിപൊളി, സൂപ്പർ. ശരി, അപ്പൊ പാടിക്കോ. கடவுளில்லை என்றேன் தாயை காணும் வரை, கனவு இல்லை என்றேன் ஆசை தோன்றும் வரை, காதல்
அர்த்தம் புரியும் வரை கங்கை நீரின் சுவை கடலில் சேரும் வரை காதல் சுவை ஒன்று தானே காற்று வீசும் வரை நேற்று இல்லாத மாற்றம் இன்னது காற்றின் காதிலேதோ சொன்னது இதுதான் காதல் என்பதா இளமை பொங்கி விட்டதா இதயம் சிந்தி விட்டதா சொல் மனமே Beautiful, മെഹറിൻ. അടിപൊളിയായിരുന്നു. വളരെ മനോഹരമായിട്ട് പാടിയിട്ട് നന്നായിട്ടുണ്ട്. നല്ലൊരു കൈയടി. താങ്ക് യു. അപ്പോൾ ഇവരുടെ സ്കോർ നോക്കുവാണെങ്കിൽ 1-1 ഈച്ചാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരിൽ ആരാണ് ആദ്യം പെർഫോം ചെയ്യുന്നുള്ളത് ഈ സെഗ്മെന്റിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ടീച്ചറിന് ഒരു അവസരം നൽകുകയാണ്. ടീച്ചർ പറയുന്ന ആള് ഇന്ന് ഇവിടെ ആദ്യം പെർഫോം ചെയ്യും. അശ്വതി. ഹാ, അശ്വതി ചേച്ചി. താങ്ക് യു. നമസ്കാരം. പ്രശസ്ത കവി ശ്രീ എൻ കെ ദേശത്തിൻ്റെയും എഴുത്തുകാരനും വിവർത്തകനുമായ ശ്രീ വേണു വി ദേശത്തിൻ്റെയും നാട്ടിൽ നിന്ന് വരുന്നു ഞാൻ, അശ്വതി ദേവി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാക്കിനെ കുറിച്ചാണ്. ഈ വാക്കെന്ന് പറയുമ്പോഴത്തേക്കിന് എത്രയും നന്നായിട്ട് നമുക്കത് ഉപയോഗിക്കാം, ഏറ്റവും മോശമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരാളെ കാണുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെയാ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന നമുക്കും ഒരു സുഖം ഉണ്ടാവും. നേരെ മറിച്ച് ഓ നിങ്ങൾക്കൊക്കെ ഇപ്പം എന്തൂട്ടു സുഖം, ഞാനൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നതിൽ ഒരു അസൂയുണ്ടെന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കുണ്ട് വിശേഷം. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ച ഒരാഴ്ച അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലുള്ള തള്ളമാരും വീട്ടിലുള്ള തള്ളമാരും പിന്നെ അയൽവക്കത്തുള്ളവരും പിന്നെ പറയണ്ട എല്ലാവരും കൂടെ വന്നിട്ട് ചോദിക്കും വിശേഷമായില്ലേ വിശേഷമായില്ലേന്ന്. ഇവറ്റകളുടെയൊക്കെ ധാരണ എന്താണെന്നറിയോ, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് ഇത് അവിടെ നിങ്ങൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതാണെന്നാ. ഒന്നുമല്ല. അതുപോലെ സൂക്കേട് എന്നൊരു വാക്ക്, ഈ സൂക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമാണ് അല്ലെങ്കിൽ സുഖമില്ലാത്തൊരവസ്ഥ എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാണ് സോഫി ചേച്ചിയെ ആ വനജ ചേച്ചിക്ക് സൂക്കേടാണല്ലേ എന്ന് ചോദിച്ചാൽ വനജ ചേച്ചിക്ക് എന്തോ വലിയ അസുഖം ഉണ്ടെന്നാണ്. ഇത് ഞാൻ സോഫി ചേച്ചിയെ ആ വനജ ചേച്ചിക്ക് എന്തിൻ്റെ സൂക്കേടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനജ ചേച്ചി വന്ന് എൻ്റെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെ എല്ലാ സൂക്കേടും മാറ്റി പിറ്റേ ദിവസം എന്നെ വേണമെങ്കിൽ പടവുമാക്കും. ഇതേപോലെ തന്നെ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിനക്കിവിടെ എന്തുട്ടാ ജോലിന്ന്. അത് സ്വാഭാവികമായിട്ട് എല്ലാ ഭർത്താക്കന്മാരും ചോദിക്കുന്ന ഞാൻ പറയാറുണ്ട്. അപ്പം നിങ്ങൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുക, ഞാൻ 4 മണിക്ക് എണീക്കുന്നതാണ്. അപ്പം നിങ്ങളിവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നും കണ്ട് മനസ്സിലാക്കാമല്ലോ. പിന്നെ ആ ചോദ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. എൻ്റെ വീടിനടുത്തൊരു ചേച്ചി ഒരു പെണ്ണിനെ പണിക്ക് നിർത്തി. നമ്മുടെ മലയാളികളെ വിളിച്ചാൽ അവർ പണിയെടുക്കില്ല എന്ന് പറഞ്ഞൊരു തമിഴത്തിയെ കൊണ്ടുവന്ന് ആ വീട്ടിൽ പണിക്ക് നിർത്തി. അവൾ കൃത്യമായിട്ട് വരും, ജോലിയെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യും കേട്ടോ. ഒരു ദിവസം ഇവൾ വരാൻ ഒരു 5-10 മിനിറ്റ് വൈകി. ചേച്ചി ഉമ്മർത്ത് പോയി അക്ഷമയായിട്ട് ഇങ്ങനെ ഇരുന്നു. ചേച്ചി നോക്കുമ്പോൾ അവൾ സാരിയുടെ തുമ്പൊക്കെ ആട്ടി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി വരുന്നു. ഇവള് ചേച്ചിയുടെ അടുത്തെത്തിയിട്ട് ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്റെ ചേച്ചി മൂഞ്ചി ഒരുമാതിരി ഇരിക്കുന്നു. ഇത് കേൾക്കേണ്ട താമസം ചേച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് വന്നു. ചേച്ചി അവളെ കുറേ ചീത്ത അങ്ങോട്ട് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ഭർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അയ്യോ നീ എന്തോന്നാ ഈ പറയുന്നേ, അവർക്കേ മുഖത്തിനാണ് അവർ ആ വാക്ക് പറയുന്നതെന്ന്. ചേച്ചി ചമ്മല് മറയ്ക്കാൻ വേണ്ടി ഓ അതായിരുന്നോ ഞാൻ വിചാരിച്ചു എന്ന്. ഇത് കഴിഞ്ഞ് ചേച്ചി ഇവളങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഇവള് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനക്ക് കാച്ചിൽ. ഇത് കേട്ടത് ചേച്ചി പറഞ്ഞു ഇങ്ങോട്ട് വന്ന് കയറിയില്ല. അതിനോടന്നെ കാച്ചില് ചേമ്പ് ചേന കാച്ചിലൊന്നും ഇവിടെ ഇല്ല. അവിടെ ഒരു കഷ്ണം ചേന ഇരിപ്പുണ്ട്, പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ എടുത്തോണ്ട് പൊക്കാളാൻ. അപ്പോഴും ചേട്ടൻ ഓടി വന്ന് പറഞ്ഞു, എടി കാച്ചിലെന്ന് പറഞ്ഞാൽ അവരുടെ നാട്ടിൽ പനി എന്നാണെന്ന് അർത്ഥമെന്ന്. ഓ ഇങ്ങനെയൊക്കെ വാക്കിന് അർത്ഥങ്ങളുണ്ടാവുമോ. ഇവളങ്ങ് തിരിഞ്ഞു പോയടനെ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചി തലവലിയുന്നു. മുമ്പ് പറഞ്ഞ ആ 2 വാക്കുകളും കൊണ്ട് ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കായിരുന്നു. ചേച്ചി അവിടെ മുട്ടിക്കുത്തിന് അങ്ങോട്ട് പിടിച്ച് വലിച്ചങ്ങ് ഒലയ്ക്കാൻ തുടങ്ങി. ഇവൾ അപ്പോഴേക്ക് അങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ എൻ്റെ മുടി എന്നാണ് അവള് പറഞ്ഞത്. ചേച്ചി വിചാരിച്ചു ചേച്ചിയെ തെറി വിളിക്കുകയാണെന്ന്. അപ്പോഴും ചേച്ചി ചെന്ന് വെക്കിട്ട് നല്ല മാത്രം ഉള്ളു. അപ്പോഴേ ചേട്ടൻ വന്ന് പിടിപ്പിച്ചിട്ട് പറഞ്ഞു, എടി മണ്ടശി രോമിണി, അവരുടെ നാട്ടിൽ മുടിക്ക് ആ വാക്കാണ് പറയുന്നതെന്ന്. നോക്കണം നിങ്ങൾ, വാക്കുകൾ അറിയാൻ പാടില്ലെങ്കിലേ നമ്മളത് ഉപയോഗിക്കുമ്പം വരുന്ന ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ട് വേണം പറയാൻ. ഇത്രയും നേരം എൻ്റെ ഈ വാക്കുകളെല്ലാം കേട്ടോണ്ട് നിങ്ങളോട് എനിക്ക് നല്ല വാക്കേ പറയാനുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് വാക്ക് അശ്വതി ചേച്ചി നല്ല രസകരമായ പെർഫോമൻസ് ആയിരുന്നു. കുറച്ച് ഷോർട്ട് ആൻഡ് ക്രിസ്പി ആയിട്ട് തോന്നി, പെട്ടെന്ന് അവസാനിപ്പിച്ചു. വാക്കുകൾ, അസ്ഥാനത്തുള്ള വാക്കുകളുടെ പ്രയോഗം, വാക്കും ട്യൂണും എന്തോ ട്യൂണും വാക്കിന്റെ
അതെ 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 ഇപ്പൊ തന്നെ അശ്വതി ചേച്ചി കാണിച്ച പരിപാടി എന്ത് പരിപാടി ചേച്ചി കാണിച്ചത് നീ ചോദിച്ചാൽ എന്റെ അർത്ഥം മാറി. എന്ത് പരിപാടി ചേച്ചി കാണിച്ചത് നീ ചോദിച്ചാൽ എന്റെ അർത്ഥം മാറി അല്ലേ? എങ്ങനെ വേണേ ചോദിക്കാം. രണ്ടാമത് പറഞ്ഞതായിരുന്നു കേട്ടോ പെർഫോമൻസ്. എന്ത് പരിപാടി കാണിച്ചത്, ഗംഭീരമായി, നല്ല വിഷയമായിരുന്നു. വാക്കുകളുടെ ഉപയോഗവും പറച്ചിലും എല്ലാം. ഈ പ്രണയിക്കുമ്പോൾ നമ്മൾ പലതും പ്രതീക്ഷിച്ചൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ചില സൂചനകൾ കിട്ടുകയും ആ സൂചന പിടിച്ചു പോവുകയും പോകും. അങ്ങനെ ഒരു വാച്യാർത്ഥത്തിലൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തും അവൻ്റെ ഒരു കാമുകിയും കൂടെ ഇങ്ങനെ വർത്താനം പറയുകയാണ്. കാമുകി 2 നില വീട്ടിൽ താമസിക്കുന്നു ഒക്കെയാണ്. അപ്പോൾ രാത്രി ഒരു 1:30 ആയപ്പം കാമുകി പെട്ടെന്ന് പറഞ്ഞു, സുഭാഷേ എന്താടി ഇന്ന് 16th അല്ലേ? അതെ. മറ്റന്നാള് 19th സന്ധ്യ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് സുഭാഷിന് 3 ലഡുവും 2 ബൾബും കൂടെ അങ്ങ് കത്തി. 19th രാത്രിയായി. സുഭാഷ് ഹൈ റിസ്ക് എടുത്ത് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ഒച്ച കേൾക്കാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരൻ്റെ അതെടുത്ത് ഗേറ്റ് വെച്ച് പമ്മി ചെന്നപ്പം ഇവളുടെ വീടിന് ചുറ്റും നടന്നിട്ടൊന്നും വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, മൊബൈലും ഇല്ല. അവസാനം ഇവളെ വിളിച്ച്, എടി നീ എവിടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെന്നൈയിലാന്ന് പറഞ്ഞ്. ചെന്നൈയിലോ? നീ പറഞ്ഞു ഇവിടെ ആരും ഉണ്ടാവില്ലെന്ന്. ഞാൻ പറഞ്ഞല്ലോ 19th രാത്രി ഇവിടെ ആരും ഉണ്ടാവില്ല, ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ചെന്നൈ പോയിന്ന്. അതുപോലെ ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞേ, ഞായറാഴ്ച രാത്രി ഒരു 7 മണിക്ക് വരാമോ, നമ്മൾ തമ്മിൽ കാണാന്ന് പറഞ്ഞ്. അങ്ങനെ ഇവൻ ചെന്നപ്പം ഇവര് ഫാമിലി ആയിട്ട് നമ്മൾ തമ്മിൽ കണ്ടോണ്ടിരിക്കുക. അതിലിവന്റെ അച്ഛൻ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അത് കണ്ടോണ്ടിരിക്കുക. അങ്ങനെ കണ്ടിരുന്നത് അതും കണ്ടു. ഒരാവശ്യമില്ലാതെ അവളുടെ വീട്ടിൽ പോയിരുന്നു. പിന്നെ നമ്മൾ തമ്മിലും കണ്ടിട്ട് പോന്നു. അശ്വതി ചേച്ചി അടിപൊളിയായിട്ട് തന്നെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്കത് അങ്ങനെ വല്ല തോന്നുന്നുണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് പെർഫോം അതെ 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 അതെ. ഞാൻ ചേച്ചി ഈ വാക്കിന്റെ ഇങ്ങനെ മാറ്റത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് വാക്കുകൾ പോലെ തന്നെ എക്സ്പ്രഷൻ മാറിപ്പോകുന്ന സംഭവമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ അമ്മ. അമ്മ ഞാൻ പലതവണ പറഞ്ഞുകൊണ്ട് പറയാതിരിക്കുന്ന കൃഷ്ണപ്രഭയുടെ അമ്മയ്ക്ക് എക്സ്പ്രഷൻ മാറി കിടക്കുള്ളൂ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അവര് നല്ലത് പറഞ്ഞാൽ മോശം പറയുമെന്ന് തോന്നുന്നു നമുക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആരെങ്കിലും നല്ലൊരു പെങ്കൊച്ചിനെ നമ്മളെ കണ്ടു എന്ന് വെച്ചോ, അപ്പൊ വീട്ടിൽ വന്നിട്ട് പറയും എന്നാ പെങ്കൊച്ച അതെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും എന്ത് കൊള്ളൂലേ? അതല്ല, എന്നാ പെങ്കൊച്ച നല്ല ഭംഗിയാണെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അമ്മ ഈ വാക്ക് മാറി പോകുമ്പോലെ തന്നെ എക്സ്പ്രഷൻ പിഷാരിയുടെ പ്രോഗ്രാം ഇന്നലെ TV-ക്കകത്തോണ്ട് എന്നാ പരിപാടിയായിരുന്നു അത്? ഞാൻ അയ്യോ നാണ് സൂപ്പർ പരിപാടിയായിരുന്നു. ഞങ്ങൾ കുറേ ചിരിച്ചു. ഫുൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചിരിയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമായിരുന്നു ആ പരിപാടി. പിറ്റേ ദിവസം ഓർത്ത് പറഞ്ഞും ചിരിച്ചു ഞങ്ങൾ. അതുപോലത്തെ പരിപാടിയൊക്കെ TV വന്നിരുന്ന് കാണിക്കുന്നത് നല്ലതല്ലേ? പക്ഷെ കുറ്റം പറയാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരുപാട്. അതുപോലെ ഈ പാല ഭാഗത്ത് ഭരണങ്ങാനൊക്കെ ഭാഗത്തൊക്കെ തമാശനെ വളിപ്പെന്നാ പറയണേ. അപ്പൊ ഒരു ദിവസം പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ പള്ളിയിലച്ഛൻ പ്രസംഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ എറണാകുളത്ത് നിന്ന് കുറെ വളിപ്പന്മാരെത്തിയിട്ടുണ്ട്. അവരുടെ വളിപ്പ് ഞാനിതുവരെ കണ്ടിട്ടില്ല. TV-യിലൊക്കെ അവരുടെ വളിപ്പുണ്ടെന്നാണ് കേട്ടത്. കൈക്കാരന്മാർ പറഞ്ഞ് നല്ല വളിപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് ബുക്ക് ചെയ്തേക്കണത്. എന്തായാലും നമുക്ക് ഇവരുടെ വളിപ്പ് കാണാം. ഞങ്ങളുടെ ഇതെല്ലാം പോയി. കാരണം ഇത്രയും മോശമായിട്ടല്ലേ സംസാരിച്ചേക്കണേ. പക്ഷെ പരിപാടി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നല്ല വളിപ്പാർന്നെന്ന്. പക്ഷെ അത് തന്നെ ഇവര് കണ്ണൂർ പോയപ്പോഴും പറഞ്ഞു. അതെ. അപ്പൊ അശ്വതി ചേച്ചി നന്നായിരുന്നു കേട്ടോ. എന്താ വീട്ടിൽ വിളിക്കാറ്? അച്ചു എന്നാണ് വിളിക്കാറ്? അച്ചു. ഓക്കെ. ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ചേട്ടനെ കുറിച്ച് ചോദിക്കാൻ തോന്നും. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. എന്ത് പറയുന്നു? കുഴപ്പമില്ല. സന്തോഷമായിട്ടിരിക്കുക രണ്ടുപേരും. പിന്നെ മാർക്സ് അറിയാം. ഓൾ ദി ബെസ്റ്റ്. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4-ന്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത മത്സരാർത്ഥി നിത്യ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിത്യ പ്രവീൺ. പ്രണയം എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണല്ലേ? പ്രണയിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രണയം ഉണ്ടോ? ഉണ്ട്, പക്ഷെ പറയത്തില്ലെന്നല്ലയോ? ഷാജഹാന് മുംതാസിനെ പോലെ, മൊയ്തീന് കാഞ്ചനമാലയെ പോലെ, ഞങ്ങളുടെ അപ്പുറത്തെ ശശിചേട്ടന് രമണി ചേച്ചിയെ പോലെ. അത് പറഞ്ഞപ്പോൾ എന്താ കൈയടിക്കാത്തത്? മനസ്സിലായി. അതായത് കാഞ്ചനമാലയ്ക്ക് മൊയ്തീനെയൊക്കെ പ്രണയിക്കാൻ ഈ പാവത്തുങ്ങൾക്ക് പ്രണയിച്ചുകൂടാ. ഈ പ്രണയത്തിന് കണ്ണും മൂക്കും ഇല്ലെന്ന് പറയുന്നത് സത്യമാണല്ലേ?
എന്നാൽ ഞാൻ പറയും അത് പച്ച കള്ളമാണെന്ന്. കാരണം ഈ പ്രണയിക്കുന്ന പെണ്ണിന് നട്ടലുള്ള ഒരാങ്ങളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന് കണ്ണും കാണും ചെവിയും കേൾക്കും, വേണ്ടി വന്നാൽ മറ്റവൻ ഇവനെ പരലോകം വരെ കാണിക്കുകയും ചെയ്യും. ഈ പ്രണയം പൈങ്കിളിയാണെന്നൊക്കെ പറയും, പക്ഷെ ഇപ്പോഴത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കപ്പ്, ഡ്രോപ്പ്, എസ്കേപ്പ്. ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ KSRTCയുടെ ഓർഡിനറി ബസ് പോലെ എവിടെ നിന്ന് വേണമെങ്കിലും കൈ കാണിച്ച് കയറാം, എവിടെ വേണമെങ്കിലും ഇറങ്ങാം. പക്ഷേ മറ്റേ പഴയ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ പോലെ, അതായത് നോൺ സ്റ്റോപ്പാ. പെട്ടെന്ന് കൈ കാണിച്ച് കയറിയിട്ട് തോന്നുന്നിടത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. അതിനൊരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പം ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ചിറ്റപ്പൻ്റെയും കുഞ്ഞമ്മയുടെയും പ്രണയം. ഇവരുടെ പ്രണയം തുടങ്ങുന്നത് തന്നെ നിസ്സാരപ്പെട്ട ഒരു പരുത്തിക്കുരുവിൽ നിന്നാണ്. അതായത് എൻ്റെ ചിറ്റപ്പൻ പരുത്തിക്കുരു വാങ്ങാനായിട്ട് കടയിലേക്ക് പോകുന്നു. ആ കടയിൽ തന്നെ എൻ്റെ കുഞ്ഞമ്മയും വന്ന് പിണ്ണാക്ക് വാങ്ങാനായിട്ട്. അങ്ങനെ ഈ പരുത്തിക്കുരും പിണ്ണാക്കും പല പ്രാവശ്യം കണ്ട് പശുവിനെ കാടി കൊടുപ്പ് ഒരുമിച്ചായപ്പോൾ നാട്ടുകാർ പിടിച്ച് ലേലുവല്ലു ലേലുവല്ലു പറഞ്ഞങ്ങ് കെട്ടിച്ച്. ഇപ്പം ആ പിണ്ണാക്ക് എൻ്റെ ചിറ്റപ്പൻ്റെ തലയിലാ, സോറി അല്ല, എൻ്റെ കുഞ്ഞമ്മ എൻ്റെ ചിറ്റപ്പൻ്റെ തലയിലായി. നമ്മുടെ കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് ഉറച്ച വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാനൊരു തീരുമാനം എടുത്ത് പ്രണയിച്ച് എന്നെ കല്യാണം കഴിക്കുന്നുള്ളത്. അങ്ങനെ പല പ്രാവശ്യം ഞാനും പിണ്ണാക്ക് വാങ്ങാനായിട്ട് കടയിലേക്ക് ചെന്നെങ്കിലും ഒരു ഉണ്ണാക്കന്മാർ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കാര്യം എന്നിട്ട് എനിക്ക് മനസ്സിലായി, കേവലം പിണ്ണാക്കിലല്ല എൻ്റെ പ്രണയം എന്നുള്ളത്. അങ്ങനെ എൻ്റെ സ്കൂൾ ലൈഫ് തുടങ്ങി. ആദ്യമായിട്ട് എനിക്കൊരു പ്രണയലേഖനം കിട്ടി. വളരെ സന്തോഷത്തോടെ ഇത് വാങ്ങിച്ച് ഞാൻ വായിച്ചു നോക്കാൻ തുറന്നപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് വായിക്കാൻ അറിയെങ്കിലും അവൻ എഴുതാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് അവനോട് എനിക്കൊരു ദേഷ്യവും തോന്നിയില്ല. പക്ഷേ ഞങ്ങളുടെ മലയാളം പഠിപ്പിച്ച സാറിനോട് എനിക്ക് വല്ലാത്ത വൈരാഗ്യമായിപ്പോയി. ഈ സ്കൂൾ ജീവിതത്തിന് ശേഷം കോളേജ് ലൈഫിലേക്ക് കടന്നു. അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് സ്റ്റോപ്പ് വരെ എനിക്കൊരു ബോഡി ഗാർഡ് കാണും, ബസ്സിനകത്ത് വേറൊരു ബോഡി ഗാർഡ്. പക്ഷെ കോളേജിൽ ചെല്ലുമ്പോഴേ ഫുള്ള് ബോഡി ഗാർഡിൻ്റെ ശല്യമായിരിക്കും. കോളേജിൽ നിന്നും ആദ്യമായി വാലന്റൈൻസ് ഡേക്ക് എനിക്കൊരു റോസാപ്പൂ കിട്ടി. ഇത് ഞാൻ ആറ്റുനോറ്റ് സൂക്ഷിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. റോസാപ്പൂവിനകത്ത് ഉറുമ്പ് കയറുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെക്കും ലെവലും ഇല്ലാത്ത എൻ്റെ അച്ഛൻ കുറച്ച് DDT തട്ടി അങ്ങ് ഇട്ട്. ആ പൂവ് വാടുന്നതോടനുസരിച്ച് എൻ്റെ പ്രണയവും കൊഴിഞ്ഞു പോയി. പിന്നെ ആകെയുള്ള ഒരു പ്രതീക്ഷ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ലൈൻ വലിക്കുക എന്നായിരുന്നു. രാവിലെ കുളിച്ചൊരുങ്ങി ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പം ചുറ്റും ഇല്ല ചക്കപ്പഴത്ത് ഈച്ച പൊതിയുന്നതോണം കാണും മറ്റാരുമല്ല എൻ്റെ ആങ്ങളമാര്. ഇവന്മാരെ പേടിച്ച് നേരെ ഒന്ന് നൂന്ന് നോക്കാൻ പോലും പറ്റത്തില്ല. എന്നാൽ ഇവന്മാർ പോയ ശേഷം ഓട്ടോ സ്റ്റാൻഡിലെ കുറിയിട്ട ചേട്ടനെ നോക്കി ഒന്ന് ലൈൻ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 32 പല്ലും കിണിച്ചോണ്ട് കാണും എൻ്റെ ചിറ്റപ്പ എൻ്റെ ഫ്രണ്ട്. എന്തിനാണോ എന്തോ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ നാട്ടിൽ നിന്നല്ല കൊല്ലം ജില്ല ഫുൾ എനിക്ക് ആങ്ങളമാരാന്ന്. അതുകൊണ്ട് കൊല്ലം ജില്ല ഞാനങ്ങ് വിട്ടു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ചെറിയൊരു പ്രണയം കണക്ഷൻ സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ തീരുമാനിച്ചു. അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കണ്ട് പ്രണയിക്കുന്നതിൽ നല്ലത് കാണാതെ പ്രണയിക്കുന്നത് തന്നെയാണ്. ചേട്ടൻ എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ നല്ല കട്ട താടിയും ജിമ്മ ബോഡിയൊക്കെ ഉള്ള ഒരു പുള്ളിയായിരുന്നു. ഞാൻ പുള്ളിയെ കാണാൻ ചെന്നപ്പം കട്ടത്താടി പോയിട്ട് ഒരു കുറ്റിത്താടി പോലും അങ്ങേറെ താടിക്കത്തില്ല. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? പക്ഷേ തള്ളെന്ന് വെച്ചൊരു 1.5 തള്ളായിപ്പോയി. ഇങ്ങനെയുടെ തള്ളു കേട്ടിട്ടാ ശരിക്കും ഞാൻ വീഴുന്നത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പം എനിക്ക് മനസ്സിലായി, രാത്രിയൊക്കെ ഞാൻ വിളിക്കുമ്പോൾ പുള്ളിയോട് ചോദിക്കുന്നത്, ചേട്ടാ എവിടാ കിടക്കുന്നത്? എടി ഞാൻ മുകളിലത്തെ നിലയെ, അച്ഛനും അമ്മയും താഴത്തെ നിലയിലെന്ന്. അങ്ങനെ എന്നെ കെട്ടിക്കൊണ്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത്, മച്ചിൻ്റെ മണ്ടയിലായിരുന്നു ഇങ്ങനെ 2ാമത്തെ നിലയെന്നുള്ളത്. ഇങ്ങനെ തള്ളുന്ന ഒരു മനുഷ്യനെ ശരിക്കങ്ങ് തേച്ചാൽ മതിയെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ എന്നേക്കായി തേക്കാൻ അറിയുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ട്, കിങ്ങിണി. ഇവിടെ തേപ്പെന്ന് വെച്ചാൽ 1.5 തേപ്പാ. ഞാനൊക്കെ പ്രണയിക്കുന്ന സമയത്ത് വല്ല ഐസ്ക്രീമോ മിൽക്ക് ഷേക്കോ ഒക്കെ ഇങ്ങനെ കൊണ്ട് വേടിപ്പിക്കും. പക്ഷെ അവക്കടെ കാമുകനെ കൊണ്ട് റേഷൻ കടയിൽ അരി തൊട്ട് പ്ലംബിങ് വയറിങ് വേണ്ട, അവക്കടെ വീടിന്റെ തെങ്ങിന്റെ തടം വരെ അവൾ അങ്ങനെ കൊണ്ട് എടുപ്പിക്കും. അവസാനം ഒരു കറിവേപ്പില എടുത്തു കളയുന്ന ലാഘവത്തോടെ അവനെ തള്ളിക്കളയും. അതിനവൾ പറയുന്നൊരു കാരണമുണ്ട്, എൻ്റെ അച്ഛന് മൂലക്കുരു, എൻ്റെ അമ്മയ്ക്ക് കണ്ണിക്കുരു, അതുകൊണ്ട് നീ മൊത്തത്തിൽ ഞങ്ങൾക്കൊരു ഗുരുവായോണ്ട് നിന്നെ എനിക്ക് വേണ്ട. പ്രണയം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, പക്ഷേ എൻ്റെ സ്റ്റാൻഡപ്പ് ഇതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല ടോപ്പിക് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിട്ട് തോന്നിയോ? പിന്നെ തീർച്ചയായും. ഓക്കെ, ചോദിക്കാം രമേശ് ചേട്ടാ. പ്രണയമൊക്കെ അല്ലേ വിഷയം? കൃഷ്ണപ്രഭ തുടങ്ങട്ടെ. അതെ, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പ്രണയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്കും അതെ. നിത്യ നന്നായിട്ട് പെർഫോം ചെയ്തു. കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എവിടേക്കോ കുറച്ചൊരു കണക്ഷൻ നമുക്ക് ചെറുതായിട്ട് കട്ടായി പോകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം മാനേജ് ചെയ്തു എന്നുള്ളതാണ്, അതിലാണ് ബ്രില്യൻസ് ഇരിക്കുന്നത്. നന്നായിരുന്നു. പിന്നെ ഓരോ പോയിന്റ് ബൈ പോയിന്റ്സ് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രണയമൊക്കെ എല്ലാവരും പറയുന്നതാണല്ലോ. എനിക്ക് വന്ദേ ഭാരതിന്റെ കാര്യം പറഞ്ഞതെല്ലാം ഇഷ്ടപ്പെട്ടു. പണ്ടത്തെ ഒരു പ്രണയം വളരെ എന്താ പറയാ, അതിനൊരു ലക്ഷ്യത്തിലെത്തിയിട്ടേ അതിനൊരു അവസാനമുള്ളൂ എന്നുള്ളത്, അതിന് ആ ഒരു ഉപമ കണ്ടെത്തിയത് നന്നായിരുന്നു. അപ്പോൾ ഓവറോൾ നല്ലായിരുന്നു. പക്ഷെ കുറച്ചൊരു ടെൻഷനാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ വളരെ റിലാക്സ്ഡ്, ഞങ്ങളൊന്നും ചെയ്യത്തില്ല. റിലാക്സ് ആണ് ശരിക്കും. ഇതില്ല, അതായത് ചില പിള്ളേർക്ക് ഒരു 7 ദിവസം പരീക്ഷ ഉണ്ടാവുമല്ലോ. ഇതിൽ ഓരോന്ന് കഴിയുമ്പോഴും ആ കഴിയുന്ന ദിവസം ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ താൻ ഈ ഒരു വിറ്റങ്ങ് കഴിയുമ്പോൾ ഒന്ന് അവിടെ നിൽക്കുന്ന അവളുടെ അമ്മാവൻ അടുത്ത വിറ്റിട്ട് അത് അങ്ങനെ തന്നെ 7 ഉണ്ട്. അതിൽ 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, ഇനി 2 കൂടെ കഴിഞ്ഞ് എൻ്റെ സ്റ്റാൻഡപ്പ് കഴിയും, 6 കഴിഞ്ഞു എന്ന് പറഞ്ഞിങ്ങനെ ഓരോന്നും തീർന്നു പോകുന്നതിൻ്റെ ഒരു സമാധാനം കാണണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ആരോ അടിച്ചേൽപ്പിച്ച് ഇത് കൃത്യമായിട്ട് തെറ്റാതെ ഈ 10 ഇവിടെ വന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകണം എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ. ഇത് നിൽക്കുന്നു പറഞ്ഞാൽ അങ്ങനെ ഇതൊന്നും തനിക്ക് ഇല്ലാതിരുന്ന കാര്യമാണ്. അല്ല, അത് തന്നെയല്ല ഇവിടെ അങ്ങനെ പറയാൻ പേടിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പ്രണയം കയറി ലോക്കായി. ആ കഥ പറഞ്ഞപ്പോ ഇത് ഈ പ്രണയം ചില സന്ദർഭങ്ങളിൽ കയറി പോപ്പപ്പ് ചെയ്ത് വരും. നമ്മൾ എത്ര മണ്ണിട്ട് മൂടിയാലും ചില വിത്ത് കിളുത്ത് വരുന്ന പോലെ ചില സന്ദർഭങ്ങളിൽ ചില സിറ്റുവേഷനുകളിൽ ചില ആളുകൾ വീണ്ടും കയറി വന്ന് അങ്ങനെ ആരോ ഇതിനിടെ വന്നിട്ട് പോയി. നമുക്ക് അത് പറഞ്ഞിട്ട് ബാക്കി പറയാം. പ്രണയിച്ച ആളിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്. ആ കെട്ടിയവരുമായിട്ട് എത്ര നാൾ പ്രേമിച്ചു? 3 വർഷം. അത് ഏത് നാട്ടുകാരനാണ്? സ്വന്തം അയലോക്കം തന്നെയാണോ? പഠിക്കാൻ പോയെടുത്താണോ? എവിടെ കണ്ടു? പഠിക്കാൻ പോയ സമയത്ത്. പഠിക്കാൻ പോയ സമയത്ത് നേരത്തെ പറഞ്ഞ ആളാണോ? ഇതിൽ പറഞ്ഞ ആളാണോ? അല്ലല്ലോ അല്ലേ? അതെ അതെ. ആണോ? അതെ, സ്വന്തം തന്നെ പറഞ്ഞേ. പുള്ളി എത്ര ഷേക്ക് മേടിച്ചു തന്നു? ഒന്നും മേടിച്ചു തന്നിട്ടില്ല. അല്ല, അങ്ങനെ പറയല്ലേ. പുള്ളിയെ കൊണ്ട് ഞാൻ വല്ലപ്പോഴും ഷേക്ക് ഒക്കെ മേടിപ്പിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധികം അങ്ങനെ കണ്ടിട്ട് ഇല്ല. ജസ്റ്റ് ഫോണിൽ കൂടെ ഉള്ള സംസാരം മാത്രമേ ഉള്ളൂ. 1-2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്റെ ഡയാനെ, നീ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. ഇതൊക്കെ വിശ്വസിക്കണ്ടേ? അതല്ലേ ഈ മച്ചിന്റെ മേലെ കിടന്നു പറഞ്ഞത് പുള്ളിയാണോ? നിങ്ങൾ ആദ്യം ഇവിടെ വെച്ചാണ് കണ്ടത്? ഞങ്ങള് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ച കണ്ടേ. ഉത്സവത്തിന് അല്ലാതെ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞ അങ്ങനെ കണ്ടു. അതിന് മുമ്പ് ഫോണിൽ പരിചയപ്പെട്ടു. ചേട്ടന്റെ ഒരു അപ്പച്ചിയുടെ വീട് അവിടെ ഉണ്ട്, പുനലൂര്. അങ്ങനെ അല്ല, എങ്ങനെ പരിചയപ്പെട്ടത്? എങ്ങനെയാ? നിങ്ങൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വെച്ചാണ് ആദ്യം കണ്ടതെങ്കിൽ അതിനു മുമ്പ് എങ്ങനെ നിങ്ങൾ തമ്മിൽ ഫോൺ നമ്പർ കൈമാറി? ഒരു നമ്പർ മാറി വിളിച്ചതാ. നമ്പർ പുലിവാൽ കല്യാണം മാതിരി ഒരു ഫോൺ നമ്പർ മാറി വിളിച്ചു. പിന്നെ വിളി തുടർന്നു. എന്നിട്ട് നിങ്ങൾ ഗണപതി അമ്പലത്തിൽ വെച്ച് കണ്ടു. അന്ന് ഗണപതി അമ്പലത്തിൽ കാണാൻ വന്നപ്പോ പുള്ളി തേങ്ങയല്ലാതെ എന്തൊക്കെ കൊണ്ടുവന്നു? ഒന്നും കൊണ്ടുവന്നില്ല. താൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട്. മാർക്ക് കുറയ്ക്ക് കൃഷ്ണപ്രഭ. മറച്ചു വെച്ചിട്ടില്ല, സത്യം പറഞ്ഞേ. പുള്ളി ഗണപതി അമ്പലത്തിൽ വന്നു, എന്നെ കണ്ടു, തിരിച്ചു പോയി. പിന്നെ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഗണപതി അമ്പലത്തിലോ? ഗണപതി അമ്പലത്തിൽ. അതായിരുന്നു നിങ്ങളുടെ ഒരു കാണൽ സ്പോട്ട്? ചെറുതായിട്ട്. വേറെ എവിടെയൊക്കെ വെച്ച് കണ്ടു? വേറെ ഒരു പ്രാവശ്യം ഞങ്ങള് വാളകത്ത് വെച്ച് കണ്ടായിരുന്നു, അതേ ഉള്ളൂ. റോഡ് സൈഡിലോ? എന്നാ കേരളത്തിൽ വെച്ച് നിങ്ങൾ പറഞ്ഞാ പോരായിരുന്നു? ഞങ്ങൾക്ക് എളുപ്പമായനല്ലോ. ആരുടെ വീട്ടിലാണ് ഇത് ആദ്യം അറിഞ്ഞത്? എന്റെ വീട്ടിൽ തന്നെ. പുള്ളി പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ചു. സമ്മതിച്ചു? അപ്പൊ തന്നെ സമ്മതിച്ചില്ല. പിന്നെ എന്നിട്ട് ഇതുണ്ടായിരുന്നോ? സമരമൊക്കെ ഉണ്ടായിരുന്നോ? സമരമായിട്ടൊന്നുമില്ല. പിന്നെ കൂടെ ഇറങ്ങി അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ ചോദിക്കുകയാണെന്ന് വെച്ചോ. സ്റ്റുഡന്റോ? പ്രണയത്തിന്റെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ആളാ. പക്ഷെ ഇവിടെ ഞാനൊരു സ്റ്റുഡന്റ് ആണ് പോകുന്നത്. അല്ല, നമ്മൾ ഈ നിങ്ങൾ വളരെ കുറച്ച് ടൈമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. എത്ര 4-5 തവണ എന്തോ കണ്ടിട്ടുള്ളൂ അല്ലേ? കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ചും വാളകത്ത് വെച്ചിട്ടുമാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് അതെങ്ങനെ കല്യാണത്തിലേക്ക് എത്തി? അപ്പൊ ആ ഒരു 4-5 ടൈം കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇവനാണ് എന്റെ ജീവിത സഖൻ. കാണല് കണ്ടു, ബാക്കി ഫോണിലായിരുന്നു. ആളുടെ വീട് എവിടെ? എന്റെ സ്ഥലം കൊട്ടാരക്കര, വാളകം കോലിക്കോട് എന്ന് പറയും.
വാളകം പൊലിക്കോട് കൊട്ടാരക്കര. എത്ര കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്നാ തിരുവല്ലേന്ന് 75 കിലോമീറ്റർ. ഇതാണ് പറയണത്, പത്തായത്തിന് നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിൽ നിന്നും വരും. അല്ല കൊട്ടാരക്കര വാളകം 2-3 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ? അടുത്തല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സൗകര്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അല്ല, എന്റെ സ്ഥലമാണ് കൊട്ടാരക്കര, ചേട്ടന്റെ സ്ഥലം തിരുവല്ലയാണ്. തിരുവല്ലയാണ്. എന്നാലും ഒരു 2 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. ആ ശരി. ഇവര് തമ്മിൽ കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. കല്യാണ മണ്ഡപത്തിൽ ചെന്നപ്പോ പുള്ളി പ്രത്യക്ഷപ്പെട്ടു വന്നു, കെട്ടി. ഞാനൊരു സംശയം ചോദിക്കാന്ന് വെച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല, അതല്ലേ? ഞാൻ പറഞ്ഞു, പുള്ളി വീട്ടിൽ വിളിച്ച് ചോദിച്ചു, അപ്പൊ അച്ഛൻ സമ്മതിച്ചില്ല. പിന്നെ കൂടെ ഇറങ്ങി വരേണ്ടി വന്നു. പുള്ളി വന്നിട്ടുണ്ടോ കൂടെ? ഇറങ്ങി ഓടിയാളാ അല്ലേ? എന്നിട്ട് ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ സീറ്റിംഗ് ആയോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല, 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അത് നല്ല രീതിയിൽ പോകുന്നു. നല്ല രീതിയിൽ പോകുന്നു. പക്ഷെ ഓടിപ്പോയ ദിവസം എന്നിട്ട് അച്ഛൻ മാൻ മിസ്സിംഗ് കേസ് കൊടുത്തോ? കൊടുത്തു. പക്ഷെ പോലീസ് ഇടപെട്ടോ? അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിച്ചു. അപ്പൊ മനസ്സിൽ നിങ്ങൾ പറഞ്ഞോ ഞാൻ എന്റെ സ്വമേധ ഇറങ്ങിപ്പോയതാന്ന് പറഞ്ഞോ? പോലീസ് 19 വയസ്സായിരുന്നോ? അങ്ങനെ പറഞ്ഞല്ലോ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് നമ്മുടെ ഒരു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കൂടെ അതല്ല, ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാർക്ക് പോലും ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അല്ല, ഇപ്പൊ ക്ലിയർ ആയി. അവർക്ക് ഇതൊക്കെ ചോദിക്കണമെന്നുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന പോലെ നാണമില്ലാതെ ചോദിക്കാൻ അവർക്ക് പറ്റുമോ? ഇപ്പോഴാണ് പയ്യെ പയ്യെ ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ ടിവിയില് മോളുടെ സ്റ്റാൻഡപ്പ് കാണാൻ വേണ്ടി അച്ഛൻ ഇരിക്കുമ്പോഴേ ദൈവമേ വാളകത്ത് കൊട്ടാരക്കര അന്ന് അവള് രാവിലെ അച്ഛൻ എക്സാമാന്തം പറഞ്ഞ കൊട്ടാരക്കര ഗണപതി പോയത് ഇതിനു വേണ്ടിയാണല്ലോ എന്നൊക്കെ ഉള്ള ചിന്തകൾ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ശരിക്കും ടെലികാസ്റ്റ് ആകുമ്പോ ശരിക്കും ചിന്തിച്ചോളും ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ആയിക്കോട്ടെ, അച്ഛനോട് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ ജഡ്ജ്മെന്റ് പറഞ്ഞായിരുന്നു. അത് ഇത്രേ ഉള്ളൂ ജഡ്ജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഓൾ ടുഗദർ നമ്മുടെ നിത്യയുടെ പെർഫോമൻസ് ഒക്കെ കലക്കി. അപ്പോ മാർക്സ് അറിയാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓൾ ദി ബെസ്റ്റ് അണ്ടിൽ ദെൻ. ഒരു കാര്യം പറയട്ടാ. പറ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നോ? പരിപാടിയല്ല, പിന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങില്ലേ. ഉറങ്ങി കിടക്കുമ്പോ തലയുടെ അരികില് ഒരു പാമ്പ് വന്ന് ഞാൻ വന്ന് ടോർച്ചടിച്ച് നോക്കുമ്പോ കൊത്താൻ്റെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണ. അയ്യോ, ഇത് തലയുടെ കടിയിലൊക്കെ പാമ്പ് വരും. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് ചിലപ്പോ അവൻ കയറി കൊത്തിയാനെ. ആ പരിപാടി കാണുന്ന പാമ്പാണോ? നമ്മുടെ പ്രോഗ്രാം കാണുന്ന പാമ്പാണ് അതിന് മുമ്പേ കൊത്തിയനെ. ഇതിപ്പം വെയിറ്റ് ചെയ്തല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല എന്താ, എനിക്കൊരു AC മേടിച്ചാനുള്ള വല്ല സാധ്യത. ചൂട് കൂടിയിട്ടാണ് എന്താ ബന്ധം? ചൂട് കാരണം ഞാൻ വാതില് തുറന്നിട്ടാ കിടക്കണത്. പാമ്പിന് തണുപ്പുള്ള സ്ഥലം ഇഷ്ടം. ചിലപ്പോ AC മേടിച്ച പാമ്പ് കൂടുതലായിട്ട് വരും. ഡോർ അടച്ചിടാലെന്ന് കരുതിയാണ്. എന്ത് ചെയ്തു പാമ്പിനെ? പിന്നെ എന്ത് ചെയ്തു? അല്ല, പാമ്പിനെ ഓടിച്ചാലോ ഇവനെ കണ്ട ഓടിക്കാല്ലോ. അല്ല, പുള്ളി ഡോറ് തുറന്നിട്ടാ കിടന്നേന്ന്. AC-യുടെ ഉള്ളിലും പാമ്പുണ്ടാവും ചില സമയത്ത്. AC-യുടെ ഉള്ളിൽ ചിലപ്പോ പാമ്പ് ചുറ്റി പണിഞ്ഞാൽ. അല്ല, എനിക്ക് മനസ്സിലാകാത്ത, നിങ്ങൾ എത്ര ചൂടുണ്ടല്ലോ ആരെങ്കിലും ഡോറ് തുറന്നിട്ട് കിടക്കുക ഏട്ടാ, ജനല് തുറന്നിട്ട് കിടന്നോളൂ. കാറ്റ് കയറിക്കോട്ടെ എന്ന് കരുതിയാണ്. അത്രയെങ്കിലും ആശ്വാസമാവട്ടെ എന്ന് കരുതി. ഫാൻ മേടിക്കാനുള്ളതും കൂടി ഇല്ല, പൈസ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ രാത്രി എന്ത് ചെയ്ത്? അല്ല, ഞാൻ നോക്കുമ്പോ പാമ്പ് കൊത്താൻ നിക്കണ്. അയ്യോ, രക്ഷപ്പെടുത്താൻ ആരും ഓടി വരാനില്ല, സഹായത്തിനില്ല. ഞാൻ മൊത്തത്തിൽ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും. ചൂടും ഭയങ്കര ചൂടും. ഈ ചൂടത്ത് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ നേരെ എന്നിട്ട് വലിപ്പം അങ്ങോട്ട് തുറന്ന് മേശറ. അവിടെ നിന്ന് 2 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് പേനയും കൂടി എടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഈ പാമ്പിനെ നോക്കിയിരുന്ന് ഞാൻ പാട്ട് എഴുതി. പാട്ട് എഴുതാണെന്ന് മനസ്സിലായപ്പോ പാമ്പ് ജീവനം കൊണ്ട് ഓടി കാണും. അല്ല, അങ്ങനെ സംസാരിക്കണ്ടേ. അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് ഇപ്പൊ ഇവിടെ പാടും. ഇവിടെ ആരെങ്കിലും ഓടുമെന്നൊന്ന് നോക്കിക്കോ. ഇവിടെ പാമ്പില്ലല്ലോ ഓടിക്കാനായിട്ട്. പാമ്പില്ലെന്നല്ലേ ഉള്ളൂ, വിഷമുള്ളവരല്ലേ ഇരിക്കണത്. ഇന്നലെ ഉറങ്ങുമ്പോ കിടക്ക തന്നരികിലായി ശൂശു നാരാണ്ടോ വിളിച്ച പോലെ ഇന്നലെ ഉറങ്ങുമ്പോൾ കിടക്കതന്നരികില കിളിച്ച പോലെ. അങ്ങനെ മത്സരത്തിലെ ബെസ്റ്റ് പെർഫോമർ ആരാന്നറിയാം. ഒപ്പം അവരുടെ മാർക്സും. രമേശ് ഏട്ടാ. അശ്വതി ദേവി 50-ൽ 47. അശ്വതി ചേച്ചിക്ക് 50-ൽ 47. വീണ്ടും 47. ദാറ്റ് മേക്സ് 94 out of 100.
194 മാർക്സ്. വെരി ഗുഡ്. ഇനി നിത്യ 46. 46. നിത്യയ്ക്ക് 50-ൽ 46. ഓക്കെ, അപ്പോൾ 92 92 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരിലെ ബെസ്റ്റ് പെർഫോമർ അശ്വതി ചേച്ചി. കൺഗ്രാറ്റുലേഷൻസ്. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon-a-time@gmail.com-ലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. Once Upon a Time-ന്റെ മറ്റൊരു വളരെ രസകരമായ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം കേട്ടോ. Until then, bye-bye.